ഹലോ അസ്സാം വലൈക്കും. ഇന്ന് കുറച്ച് സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. എൻ്റെ ലിറ്റിൽ പ്രിൻസസിൻ്റെ ബർത്ത്ഡേ ആണ്. അവളുടെ സെക്കൻഡ് ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അവളുടെ അന്നത്തെ ദിവസത്തെ കൊച്ചു വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒരു കമൻറ്റെങ്കിലും ചെയ്യണേ. വേഗം തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാവേ. ഒരുപാട് ഒക്കേഷൻസ് വരുമ്പോഴും ഞാൻ തന്നെയാണ് ഇവളുടെ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യാറ്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊരു ഫ്ലോറൽ ഓർഗൻസ മെറ്റീരിയലാണ്. ഇതൊരു 3 വർഷമായിട്ട് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ടൈം ഇപ്പോഴാണ് വന്നിട്ടുള്ളതെന്ന് പറയാം. ആളിപ്പോൾ നടന്നു തുടങ്ങിയതുകൊണ്ട് നമുക്ക് ഏത് മോഡലിലും നമുക്ക് ഡ്രസ്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു റെഡ് ബോ വന്നിട്ട് ഒരു പഴയ ഡ്രസ്സിൻ്റെ അറ്റാച്ച്ഡ് ബോയാണ് കേട്ടോ. അത് ഇതിന് ചേരുമോ നോക്കിയതാണ്. പക്ഷേ റൈറ്റായിട്ട് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മൾ ഈ ഡ്രസ്സ് എടുത്തിട്ടുള്ളത് വന്നിട്ട് സിറ്റി സിൽക്സ് ആണ്. നമുക്ക് ഇവിടെ അടുത്താണല്ലോ പാലാരിവട്ടം. അതുപോലെ തന്നെ നമ്മൾ വന്ന വഴിക്ക് നമ്മൾ കുറച്ച് കേക്കിൻ്റെ ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് ഒരു വെറൈറ്റി വീഡിയോ ആണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. സ്പെഷ്യലി ഹോം ബേക്കേഴ്സിന് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും കാണാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഇത് ഇപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷമായിരിക്കും ഈ വീഡിയോ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഡ്രസ്സൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. അത് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ഫ്രണ്ടും ഇത് ബാക്കും ആണ്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഇവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കേക്ക്സ് ഞാൻ പിൻട്രസ്റ്റി മോഡൽ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന 2 ആദ്യത്തെ കേക്ക്സ് കണ്ടില്ല, അങ്ങനത്തെ ഒരു ഫ്ലോറിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മുടെ ഡ്രസ്സ് വന്നിട്ട് ഫ്ലോറിലായതുകൊണ്ട് നമ്മൾ പ്ലെയിൻ കേക്കിലോട്ട് മാറിയതാണ്. ഇപ്പം നിങ്ങൾ ലാസ്റ്റ് കണ്ട ആ മോഡലില്ലേ, ഏകദേശം അതുപോലെയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ നല്ല ഫിനിഷിങ്ങോട് കൂടി എങ്ങനെയാണ് ഒരു ബോ ചെയ്തെടുക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോക്കാം. പിന്നെ ഇതിൽ ആഡ് ആക്കാത്ത വേറെ ഒന്നുമല്ല, വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. അത് ഡീറ്റെയിൽഡ് ആയിട്ട് അത് മാത്രമായിട്ട് കാണുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ കേക്ക്സ് ഒക്കെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളൊരു ഓഫ് വൈറ്റ് കളറിലാണ് ചെയ്തിട്ടുള്ളത്. വിത്ത് നമ്മൾ അവളുടെ ഡ്രസ്സിൻ്റെ കളറിൽ ബോയും കൂടി സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ബോ ക്രാക്ക് വീഴാണ്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുക കേക്കിൽ, ഇതെല്ലാം നമ്മൾ മറ്റേ വീഡിയോയിൽ ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അത് പറഞ്ഞ പോലെ എനിക്ക് ആ ഫ്ലോറൽ ബോയ് ആയിരുന്നല്ലോ ഇഷ്ടം. പക്ഷെ അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പ്ലെയിൻ ചെയ്തെങ്കിലും ഞാൻ എൻ്റെ രീതിയിൽ കുറച്ച് ബോർഡേഴ്സൊക്കെ കൊടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ കേക്കിന് മാച്ച് ചെയ്ത് പോകുന്ന ആ കളറിൽ തന്നെ ക്യാൻഡിൽസ് കിട്ടിയപ്പോൾ അതും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതും നമ്മൾ അതിന് മേളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കേക്ക് ഏകദേശം ഒരു പിൻട്രസ്റ്റ് വൈബ് വന്നില്ലേ, എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കേക്ക് മാത്രമല്ല കേട്ടോ, നമ്മൾ ഇതിൻ്റെ കൂടെ സെപ്പറേറ്റ് 2 വലിയ പ്ലെയിൻ കേക്ക്സും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. വലിയ ഡെക്കറേഷൻസ് ഒന്നുമില്ല, സിമ്പിളായിട്ട് നോസിൽ വർക്കിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇത്രയും 2 കേക്ക് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കിഡ്സും എല്ലാവരും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ കുറച്ച് ആൾക്കാരും അങ്ങനെ വീട്ടിലാണ് കട്ട് ചെയ്യുന്നത്. വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാണ്ട് പിള്ളേരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടോ. ഈ കേക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടിയാണ് നിങ്ങൾ എൻ്റെ മോളുടെ വോയിസ് ഓവർ ആദ്യമേ കേട്ടത്. അവൾ ഈ സൈഡിൽ വന്നിരുന്നത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടും ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും എന്നെക്കൊണ്ട്. ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യും. കുറേ കഴിയുമ്പോൾ നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ ഒച്ചിടും. അത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. പിന്നെന്താ, പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു സ്ക്വയറും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ചെയ്ത കേക്കിൻ്റെ സെയിം കളറിൽ തന്നെയാണ് നമ്മൾ ഈ 2 കേക്കും ചെയ്തിട്ടുള്ളത്. ഒരു വൈറ്റ് ആൻഡ് ബർഗണ്ടി ഷെയ്ഡാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ എല്ലാ കേക്ക്സും നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിറ്റേ ദിവസം നമ്മൾ ചെറിയ രീതിയിൽ ബർത്ത്ഡേയുടെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് വലിയ ആർഭാടമൊന്നുമില്ല. നമ്മൾക്ക് എല്ലാ പിള്ളേരും കൂടെ ഒത്തുകൂടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, അത് കാണാൻ നമുക്കൊരു സന്തോഷമാണല്ലോ. അങ്ങനെ നമ്മൾ ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു ചെറിയൊരു ബാനർ പോലെ സെറ്റ് ചെയ്ത് ഒരു 3 ബലൂൺസും പിന്നെ അവളുടെ സെക്കൻഡ് ബർത്ത്ഡേയുടെ ടോപ്പർ പോലെ 2 എന്നുള്ളതും 2 എന്നുള്ളതും നമ്മളത് അവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു വൈകിട്ട് ഒരു 7 മണിക്കാണ് കട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. അപ്പോഴത്തേക്കും എൻ്റെ സിസ്റ്ററിൻ്റെ മോള് 2ാമത്തെ വെച്ചാണ് കേട്ടത്, അവൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കണ്ടതിന് ശേഷം ഒരു കിഡ്സിൻ്റെ ഒരു ടീമായിട്ടൊരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചാണ്. അതാണിപ്പോൾ കാണുന്നത്. അവൾ ഒന്നിനും നിൽക്കൂല, ഭയങ്കര വാശിയാണ്. പ്രായത്തിൻ്റെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അവളുടെ മുടി വെട്ടിയിട്ടുണ്ടായിരുന്നു, അത് പയ്യെ വളർന്നു വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ കേക്കൊക്കെ ടേബിളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്യാൻ. ഇങ്ങനെയൊക്കെ ഒരു ദിവസം കൂടുമ്പോൾ ഇവർക്കൊക്കെ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. പിന്നെ ഇവരെ സ്കൂള്, ട്യൂഷൻ, മദ്രസ ഇങ്ങനെ 3 നേരമായിട്ട് ഇവർ ഭയങ്കര ബിസി ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ലൊക്കേഷൻസൊക്കെ നമ്മൾ ഒരുക്കി കൊടുക്കുവാണെങ്കിൽ പിള്ളേരും ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ. ഇപ്പോൾ കാണുന്നത് എൻ്റെ മദർ ഇൻ ലോയും 2 സിസ്റ്റേഴ്സുമാണ്. പിന്നെ സൈഡിൽ 2 പേരുള്ളത് എൻ്റെ ഫ്രണ്ട്സാണ്. ഇതിൽ കൂടി ഞാൻ ആദ്യം ക്യാൻഡിൽ കത്തിച്ചുകൊണ്ട് വന്നത് കെട്ടുപോയിട്ടോ. പിന്നെയും ഞാൻ പോയി 2ാമതേ കത്തിച്ചുകൊണ്ട് വന്നു. പിള്ളേർക്കൊന്നും ഒരു ക്ഷമയില്ല കേട്ടോ. വേഗം കട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് പുറകെ നടക്കുവാണ്. ഞാൻ പറഞ്ഞു ഇനി ഞാൻ കത്തിച്ചുകൊണ്ട് വരില്ല, എൻ്റെ ക്ഷമ പോയി എന്ന് പറഞ്ഞു. സൈഡിൽ കൂടി കുറച്ച് ബലൂൺസ് ഒക്കെ വീർപ്പിക്കുന്നത് പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയാണ്. കുറച്ച് ഗെയിംസ് ഒക്കെ സൈഡിൽ കൂടി അവർ തന്നെ ഇരുന്ന് ആലോചിച്ച് സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു.
അപ്പോൾ പറഞ്ഞ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് നമ്മൾക്ക് റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാകും, ആളുടെ ഫാദർ എന്തേ, അതായത് എൻ്റെ ഹസ്ബൻഡ് എന്തേ എന്നൊക്കെ. ആളിവിടെ ഇല്ല, ഹസ്ബൻഡ് അബ്രോഡാണ്, കൊറിയയിലാണ്. ആള് വർക്ക് ഇതിന് വേണ്ടി പോയതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഫൈനലി കേക്ക് കട്ട് ചെയ്യാൻ പോണേണ്. കേക്ക് കട്ട് ചെയ്യുന്നതിന് പകരം അവൾക്ക് ആ തീയിലോട്ട് പിടിക്കണം. അതൊക്കെ അറിയില്ലല്ലോ എന്താ സംഭവം എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ അങ്ങനെ ആ കേക്കൊക്കെ കട്ട് ചെയ്തു. ആൾക്ക് ഇഷ്ടമാണ് കേട്ടോ കേക്ക് കണ്ട് കണ്ട്. അങ്ങനെ വലിയൊരു എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ല. ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇത് സിസ്റ്ററിൻ്റെ മൂത്ത കുട്ടിയാണ്, നമുക്ക് കേക്കൊന്നും വേണ്ട, കേക്കിൻ്റെ സൈഡിലെ ക്രീം മാത്രം മതി. പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ ഞാൻ കൊടുത്തു. പിന്നെ ബർത്ത്ഡേ കാര്യക്ക് ഒരിത്തിരി വായിൽ വെച്ച് കൊടുത്തപ്പോൾ ബാക്കിൽ നിന്ന് കമൻ്റ് അടി വന്നിട്ടുണ്ട് കേട്ടോ, അപ്പോൾ എനിക്കില്ലല്ലേ എന്ന്. അതായത് എൻ്റെ മോനാണ് കേട്ടോ ബാക്കിൽ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവനെ വിട്ടിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ കൊടുത്തു. കാരണം ഫ്രണ്ടിൽ നിൽക്കണവർ നോക്കി നിൽക്കുകയല്ലേ, അപ്പോൾ അവർക്കൊക്കെ കൊടുത്തിട്ട് അതേപോലെ ബാക്കിലോട്ട് അവനിക്ക് കൊടുത്തു. എന്നിട്ട് ഇനി ബാക്കിയുള്ള കേക്ക്സൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും വീതം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെയാണ് ആലോചിച്ചത്, ഈ പീക്കിരിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവളുടെ വായിൽ വെച്ച് കൊടുത്തു. അപ്പോൾ കണ്ടത് വേറൊന്നുമല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേയും കൂടി ആയിരുന്നു. അപ്പോൾ അത് അവിടെ ചെറിയ രീതിയിലൊന്ന് വിഷ് ചെയ്തു എന്ന് മാത്രം. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും പിള്ളേർക്ക് നമ്മൾ നേരത്തെ വാക്ക് കൊടുത്ത പാലിക്കണ്ടേ, അപ്പോൾ അതുകൊണ്ട് ഒരു തകർപ്പൻ കസേരകളിയൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. കുളം, കര, കര. അങ്ങനെ വീട്ടിൽ വെച്ച് കളിക്കാൻ പറ്റുന്ന ഇൻഡോർ ആയിട്ടുള്ള കുറച്ച് കളികളൊക്കെ കളിച്ചു. ഇത് ശരിക്കും പറഞ്ഞാൽ ഔട്ട്ഡോറാണ്, നമ്മൾ ഇൻഡോർ ആക്കിയതാണ്. അങ്ങനെ കുറച്ച് ഗെയിംസൊക്കെ ആയിട്ട് കുറേ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു കേട്ടോ. പിരിഞ്ഞതിന് ശേഷമുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. ആക്ച്വലി ഇതൊന്നും നമ്മൾ എടുത്ത് വെച്ചിട്ട് വീഡിയോ ഇടണം എന്ന് പറഞ്ഞ് എടുക്കുന്നതല്ല, ഒരു ഓർമ്മക്കായിട്ട് എടുത്ത് വെക്കുന്നതാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് തന്നെ എടുത്ത് നോക്കാമല്ലോ. ഇതിൽ അത്യാവശ്യം എല്ലാവരും നല്ല രീതിയിൽ ഡാൻസ് കളിക്കുന്ന പിള്ളേരാണ് കേട്ടോ. അന്നത്തെ ദിവസം പിള്ളേർക്ക് ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് അവരൊരു വീട്ടിലോട്ട് എല്ലാവരും തിരിച്ചു പോയി. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നമ്മുടെ കൊച്ചു വിശേഷങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കമൻ്റ് എങ്കിലും തന്നോട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരും വരെയും അസ്സലാമു അലൈക്കും.